2025 ഗ്രീൻ കാർഡ് കാത്തിരിക്കുന്ന പലർക്കും കാലതാമസം കൂടുന്നതായി കാണാം. കുടുംബം വഴിയോ തൊഴിൽ വഴിയോ ഉള്ള അപേക്ഷകൾക്ക് ഇപ്പോൾ കൂടുതൽ സമയമെടുക്കുന്നുണ്ട്. ഈ കാലതാമസത്തിന് 8 പ്രധാന കാരണങ്ങളുണ്ടെന്നാണ് പറയപ്പെടുന്നത്. ഒന്നാമതായി, അപേക്ഷിക്കുന്നവരുടെ എണ്ണം വളരെ കൂടുതലാണ്. 2025 ധാരാളം അപേക്ഷകൾ സമർപ്പിക്കപ്പെട്ടു. ഇത് വലിയൊരു പിന്നോക്കം നിൽക്കലിന് കാരണമായി. ഉദാഹരണത്തിന്, കുടുംബം വഴിയുള്ള I-130 അപേക്ഷകൾ ചില ഓഫീസുകളിൽ 35 മാസം വരെ എടുക്കുന്നു. രണ്ടാമതായി, സർക്കാർ ഓഫീസുകളിൽ ആവശ്യത്തിന് ജീവനക്കാരില്ല. സ്റ്റാഫ് കുറവും ബഡ്ജറ്റ് പ്രശ്നങ്ങളുമാണ് കാരണം. ചിലപ്പോൾ ഉദ്യോഗസ്ഥരെ മറ്റ് അത്യാവശ്യ ജോലികൾക്കായി മാറ്റുന്നു. ഉദാഹരണത്തിന്, അഭയ കേസുകളിലെ വർധനവ് കൈകാര്യം ചെയ്യാൻ അവരെ മാറ്റുമ്പോൾ മറ്റ് ജോലികൾ വൈകുന്നു. നിങ്ങളുടെ കേസ് ഒരു ഓഫീസിൽ നിന്ന് മറ്റൊന്നിലേക്ക് മാറ്റിയാൽ അത് നിങ്ങളുടെ സമയപരിധി വീണ്ടും തുടങ്ങാനിടയാക്കും. ഇത് 1 മുതൽ 2 മാസം വരെ കാലതാമസം കൂട്ടും. മൂന്നാമതും നാലാമത്തതും കാരണങ്ങൾ, നിയമങ്ങൾ ഇപ്പോൾ വളരെ കർശനമാണ്. പ്രത്യേകിച്ച് വിവാഹം വഴിയുള്ള ഗ്രീൻ കാർഡുകൾക്ക് പശ്ചാത്തല പരിശോധനകളും സുരക്ഷാ പരിശോധനകളും വർദ്ധിപ്പിച്ചിട്ടുണ്ട്. കൂടാതെ തീവ്രമായ പരിശോധന എന്നൊരു രീതിയുണ്ട്. അതായത് സാധാരണയായി അഭിമുഖം വേണ്ടാത്ത കേസുകളിൽ പോലും കൂടുതൽ ഗ്രീൻ കാർഡ് അഭിമുഖങ്ങൾ ആവശ്യമായി വരുന്നു. ഈ അഭിമുഖങ്ങൾ പ്രക്രിയയിൽ 3 മുതൽ 6 മാസം വരെ കൂട്ടിച്ചേർത്തേക്കാം. അപേക്ഷകർ അവരുടെ ബയോമെട്രിക് സമർപ്പിക്കേണ്ടത് ഫയൽ ചെയ്ത 30 ദിവസത്തിനുള്ളിലാണ്, അല്ലെങ്കിൽ കാലതാമസം നേരിടേണ്ടി വരും. അഞ്ചാമതായി, പുതിയ ഫോമുകളും നയങ്ങളും ആശയക്കുഴപ്പങ്ങൾ സൃഷ്ടിക്കുന്നുണ്ട്. വിവാഹ ഗ്രീൻ കാർഡ് ഫോമുകളിൽ മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട്. ഇപ്പോൾ കൂടുതൽ വിശദമായ ചോദ്യങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപേക്ഷകർ കഴിഞ്ഞ 3 വർഷത്തെ സംയുക്ത നികുതി റിട്ടേണുകൾ ആദ്യം തന്നെ സമർപ്പിക്കണം, അല്ലെങ്കിൽ കാലതാമസം പ്രതീക്ഷിക്കാം. ഉദ്യോഗസ്ഥർക്ക് ഈ മാറ്റങ്ങളുമായി പൊരുത്തപ്പെടാൻ സമയമെടുക്കുന്നതിനാൽ ആദ്യഘട്ട പരിശോധനകൾക്ക് 20 മുതൽ 30% വരെ കാലതാമസം നേരിടുന്നു. ആറാമതായി, തൊഴിൽ വഴിയുള്ള വിസകൾക്കുള്ള പിന്നാക്കം നിൽക്കൽ എക്കാലത്തെയും ഉയർന്ന നിലയിലാണ്. ശരാശരി കാത്തിരിപ്പ് സമയം ഇപ്പോൾ 3.4 വർഷമാണ്. ഓരോ രാജ്യത്തിനും പ്രതിവർഷം ലഭിക്കാവുന്ന വിസകളുടെ എണ്ണത്തിലുള്ള പരിധികളും ഇതിന് കാരണമാണ്. ഏഴാമതായി, 2025 തുടക്കത്തിൽ അഭയാർത്ഥി അസൈലം ഗ്രീൻ കാർഡുകളുടെ പ്രോസസ്സിംഗ് താൽക്കാലികമായി നിർത്തിവെച്ചിരുന്നു. ഇത് ആ കേസുകളിൽ 80%-നും 14 മുതൽ 15 മാസം വരെ കാലതാമസം വരുത്തി. ഈ കാലതാമസം ഈ സ്റ്റാറ്റസുമായി ബന്ധപ്പെട്ട കുടുംബ അപേക്ഷകളെയും ബാധിക്കുന്നു. എട്ടാമതായി, കൂടുതൽ അപേക്ഷകൾ നിരസിക്കപ്പെടുന്നു. ഉയർന്ന നിരക്കിൽ അപേക്ഷകൾ നിരസിക്കപ്പെടുമ്പോൾ കൂടുതൽ അപ്പീലുകൾ വരുന്നു. ഈ അപ്പീലുകൾ കാത്തിരിപ്പ് സമയം 6 മുതൽ 12 മാസം വരെ നീട്ടാം. ഈ വിഷമകരമായ സാഹചര്യം കൈകാര്യം ചെയ്യാൻ അപേക്ഷകർക്ക് ചില നിർദ്ദേശങ്ങൾ നൽകുന്നുണ്ട്. നിങ്ങളുടെ വിഭാഗം യോഗ്യമാണെങ്കിൽ നിങ്ങൾക്ക് പ്രീമിയം പ്രോസസ്സിംഗിനായി അപേക്ഷിക്കാം. ഇത് കാത്തിരിപ്പ് സമയം പകുതിയായി കുറയ്ക്കാൻ സഹായിക്കും. നിങ്ങളുടെ കേസിന്റെ സ്റ്റാറ്റസ് ആഴ്ചതോറും പരിശോധിക്കണം. നിങ്ങളുടെ കേസ് 6 മാസത്തിൽ കൂടുതൽ മുടങ്ങിയിട്ടുണ്ടെങ്കിൽ കോൺഗ്രസിൽ സഹായം തേടുന്നത് പരിഗണിക്കാവുന്നതാണ്. സമയം മലയാളം വാർത്തകൾ ഇനി ടൈംസ് ഓഫ് ഇന്ത്യ സൂപ്പർ ആപ്പിലും. ഇതിനായി പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ നിന്നോ ടൈംസ് ഓഫ് ഇന്ത്യ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യൂ. മലയാളം ഭാഷ തിരഞ്ഞെടുക്കൂ. വാർത്തകൾ ആസ്വദിക്കാം, എല്ലാം ഇനി സമയത്തിൽ.